ഇരുപത്തെട്ടാണ് അച്ഛനും അമ്മയും കല്യാണത്തിനില്ലാഞ്ഞ്. അതിന് റിപ്ലൈ. എന്നാണ് ഈ കുട്ടിക്ക് ഞങ്ങളോട് വെറുപ്പ് തോന്നിയത്? 4-4.5 വർഷമായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്ന വ്യക്തികളല്ലേ. ഇന്നെന്തിനും പൊട്ടി മുളച്ചതല്ല. ഒരു രണ്ടു കുടുംബങ്ങളിലെ നിന്റെ കുടുംബം നിന്റെ കൂടെ ഉണ്ട്, എന്റെ കുടുംബം എന്റെ കൂടെ ഉണ്ട്. അവനതിന്റെ ആവശ്യമില്ലല്ലോ, അവനവന്റെ കുടുംബക്കാരനെ വേണ്ട. നമ്മളാണ് നിന്റെ വീട്ടുകാരെ വേണ്ട വെച്ചിരുന്നത്, നമ്മൾ നോക്കാത്തതാണ് അവരെ. അപ്പം മരിച്ചു, ഒരമ്മയും കൂടെ പുറപ്പുള്ളത്, അവരെ നീ നോക്കണില്ല, നീ സ്നേഹിക്കണില്ല എന്നാണ് അവന്റെ വളച്ച് തിരിച്ചുള്ള പറച്ചില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങളിത് ഇത് കണ്ടതുപോലെ തന്നെ ഉപ്പുമുളക് ലേറ്റിൽ അതിൽ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ ഇവർക്ക് ഇവർ കുറേ കുത്തുവാക്കുകൾ ഇവർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദീകരണമായിട്ട് അവർ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം എന്താ പറയുക, പൊന്നും അതുപോലെ ഷെബി എന്ന് പറയുന്ന ആളും ഒരേ കാസ്റ്റല്ല. അവർ ഒരാൾ ക്രിസ്ത്യാനും ഒരാൾ ഹിന്ദുവാണ്. അപ്പോൾ ആ കാസ്റ്റിനെ ചൊല്ലിയിട്ടാണ് ഷെബിയുടെ വീട്ടുകാർ തമ്മിലുള്ള തർക്കം. എന്താ പറയുക, പൊന്നു ക്രിസ്ത്യാനി ആയാൽ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ, അങ്ങനെയാണ് അവർ തമ്മിലുള്ള ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വീട്ടിലോട്ട് പോവാത്തത്, ഷെബിയുടെ വീട്ടിലോട്ട് പോവാത്തത് എന്നാണ് അവർ പറയുന്നത്. ക്രിസ്ത്യാനി ആയാൽ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അവർ എല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് അതിന് ശേഷമാണ് അവർ വിവാഹം കഴിച്ചത്. എന്താ പറയുക, അവർക്ക് പൊന്നുവിന് ഹിന്ദുവായിട്ട് തുടരാനും ഷെബിക്ക് ക്രിസ്ത്യാനിയായിട്ട് തുടരാനുമാണ് താല്പര്യം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മതം ഒരേ മതം ആവണതിനോട് യോജിപ്പില്ല. അപ്പോൾ പൊന്നുവിൻ്റെ വീട്ടുകാരാണെങ്കിലും അവർ ഷെബി ക്രിസ്ത്യാനിയാണെങ്കിലും അവർ സ്വീകരിച്ചു, അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരത് സ്വീകരിച്ചു. അവർ പോയ സമയത്ത് അവരത് മതവും ഇതൊന്നും നോക്കാതെ അവർ സ്വീകരിച്ചു. പക്ഷേ ഷെബിയുടെ വീട്ടുകാർക്ക് മാത്രം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇനിയും ആയിട്ടില്ല. അവരുടെ ആവശ്യത്തിന് മാത്രം വിളിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് ഷെബിയെ കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഷെബിയും പൊന്നും പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, കണ്ടു നോക്കൂ. അല്ലാതെ എൻ്റെ പെണ്ണിന്റെ കുഴപ്പം അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് ഈ ഒരു കേസ് 2 കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് കാസ്റ്റ്, അതാദ്യം മനസ്സിലാക്കണം. ജാതി എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ട് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ. അത് ഭയങ്കര ഇഷ്യൂ തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണില്ല, ഒന്നുമില്ല. കാസ്റ്റ് തന്നെയാണ്. കാരണം കാസ്റ്റ് ഇവിടെ കാസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇനി ഇത് കണ്ടിട്ട് റേഷനി പറഞ്ഞു കൊടുക്കണവര് ഇനി ഇതാന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഒരു കേസ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിന്റെ തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഇവളെ കുറിച്ച് മാത്രമല്ല എന്നെ കുറിച്ച് വരെ തെറ്റിദ്ധാരണകൾ പരത്താൻ ആൾക്കാരുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഒരു ബ്രദർ എന്ന സ്ഥാനത്ത് ഞാൻ കണ്ട ഒരു വ്യക്തി പോലും ഒരു ഫിനാൻഷ്യൽ ഒരു തർക്കം വന്നപ്പോ എന്നെ കുറ്റം പറഞ്ഞ ഒരു ഇതുണ്ടായിട്ടുണ്ട് എന്റെ വീട്ടിൽ. കാശ് അത് മാത്രല്ലാതെ വേറെയും തിരിമറി ചെയ്ത് ഞാൻ കൈയോടെ പിടിച്ചപ്പോ, എന്റെ പേരിൽ ചെയ്ത തിരിമറി ഞാൻ പിടിച്ചപ്പോ പിന്നെ ഞാൻ കുറ്റക്കാരനായി. അത്രയും കാലം എൻ്റെ ഒരു ബ്രദർ എന്ന് പറഞ്ഞ ആള് വരെ എന്നെ തിരിച്ച് കുറ്റം പറഞ്ഞിട്ടുള്ളൂ. ഇതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കുറേ പേരുണ്ട്. മനസ്സിലായില്ലേ? നമ്മളെ ആവശ്യങ്ങൾ കഴിഞ്ഞു, നമ്മൾ വേണ്ട, ഇനി അത് മാറുമ്പോഴത്തേക്ക് 2 മുഖം എന്ന് പറയില്ല, അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ ഒന്ന് ഈ കാസ്റ്റും പിന്നെ ഈ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കണേ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. നമ്മളൊരു വ്യക്തിനെ കുറിച്ചിട്ട് എപ്പോഴും ഇപ്പൊ എന്നെ കുറിച്ചിട്ടാണെങ്കിലും ഇപ്പൊ അടുത്തുണ്ടായ ഇൻസിഡന്റ് പറഞ്ഞാൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ അയാളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അത് ഞാൻ എൻ്റെ ഫാമിലി അമ്മയായിട്ട് ഞാൻ സംസാരിച്ചു, എൻ്റെ അപ്പനായിട്ട് ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ഷെബി പറഞ്ഞു വരുന്നത്, ഷെബിയുടെ വീട്ടുകാർക്ക് യൂട്യൂബിൽ വരിക, അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്നതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നത്. അവർ അഥവാ മിണ്ടുവാണെങ്കിൽ കൂടി അവർ അങ്ങനെ അത് ആഗ്രഹിക്കുന്നില്ല. അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ചിലവർക്ക് അങ്ങനെയാണ്, ചിലവർക്ക് യൂട്യൂബിലോട്ട് വരാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാകും. ആ താല്പര്യമില്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവൻ പറഞ്ഞ് ശരി തന്നെയാണ്. അപ്പോൾ എല്ലാം നമുക്ക് പബ്ലിക്കിന് മുമ്പിൽ കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവർ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ഓക്കെ, എങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ പേഴ്സണൽ മാറ്റേഴ്സൊന്നും നമുക്ക് പുറത്ത് വന്നിട്ട് കാണിക്കാൻ പറ്റില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് കാര്യങ്ങൾ അവർ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്ന് തുറന്ന് പറയാം, അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പൊന്നു ഒളിച്ചോടി ആ സമയത്തുള്ള ആ ഒരു കാര്യങ്ങളും അതുപോലെ കുഞ്ഞൻ പോയ സമയത്തും ആ ഒരു ഇതും അവർ വന്ന് പറഞ്ഞു. അല്ലാതെ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം ഒന്നും അവർ വിളിച്ച് പറയാറൊന്നുമില്ല. അതുപോലെ തന്നെ ഇവരഥവാ ഷെബി വീട്ടിൽ പോയി മിണ്ടിയാലും അവർ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് സംസാരിച്ചാലും ഇതൊന്നും അത് സോഷ്യൽ മീഡിയയിൽ വരണമെന്നില്ല. അപ്പം ഇപ്പോൾ ചില ആളുകളുടെ ഒരു ധാരണയുണ്ട്, ഇവർ എല്ലാം കാണിക്കുന്നുണ്ട്,
ഉണ്ടല്ലോ. അപ്പോൾ ഇവരെന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല, അപ്പോൾ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ടായിരിക്കും അത് കാണിക്കാത്തതെന്നൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷേ അവർക്ക് ചിലർക്ക് സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമില്ലായിരിക്കും, അതുകൊണ്ട് അവർ കൂടുതലായിട്ടൊന്നും അതിൽ കാണിക്കില്ല. ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു എന്താണ് 10-20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വീഡിയോ കാണുന്ന ആ ഒരു ഇതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിനപ്പുറത്താണ് ജീവിതം കിടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ആ ഒരു ക്യാമറയ്ക്ക് അകത്തുള്ള ആ ഒരു ലൈഫാണ് ലൈഫ് എന്നാണ് ചില കമൻറ്റുകൾ ഇടുന്ന ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ അതല്ല, അത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഇതാണ്. നമ്മൾക്ക് എപ്പോഴും അഭിനയിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകളും കുറ്റങ്ങളും എല്ലാം സംഭവിക്കും, അതും അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, കേട്ട് നോക്കൂ. എൻ്റെ മോളായാലും അവൾക്ക് ഏതാണോ വരുന്നത് അതേപോലെ വളർന്നോട്ടെ, അല്ലാതെ ക്രിസ്ത്യാനി ആക്കിയിട്ട് അല്ലെങ്കിൽ ഇന്ന ഇത് കാസ്റ്റിൽ ചേർത്താലേ ഇതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഞാൻ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതാണ് റീസൺ. ഇല്ലാതെ അറിയാത്തൊരു കാര്യത്തിന് വളച്ചൊടിച്ചിട്ട് നിങ്ങളുടെ ഒരു മോട്ടീവിന് വേണ്ടിയിട്ട് അതൊന്നും ഒരു ശരിയായ കാര്യമില്ല. പക്ഷെ ഇതിൽ ഏറ്റവും ഇത് കാര്യം നിങ്ങൾ ആലോചിക്കണം, ഇപ്പം എൻ്റെ വൈഫിന് നിങ്ങൾ ഇത്രയധികം ടാർഗറ്റ് ചെയ്തിട്ട് പറയുമ്പോഴും അതിന്റെ പിന്നിൽ പല കാര്യങ്ങളും നിങ്ങൾക്കും വരാം, മനസ്സിലായ? ഇപ്പൊ ഓരോരുത്തർ പറയും ലൈഫിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെ വിഷമിപ്പിക്കില്ല അങ്ങനെ എങ്ങനെ, പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട സമയത്ത് അവരത് ചെയ്തു പോകും, മനസ്സിലായ? ചിലപ്പോ നിങ്ങളെക്കാളും കൂടുതൽ ഫാമിലിക്ക് വേണ്ടി ജീവിച്ചവരായിരുന്നു ഞങ്ങള്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു അറിയില്ല, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അറിയാം. കല്യാണം കഴിക്കുന്ന ഇവന്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഇവനറിയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് ഫാമിലി നോക്കാത്ത ഒരു ഫാമിലി ഉണ്ടാക്കിയോ ഞാൻ എന്താ ചെയ്തിട്ടാ എന്നെ ഞാൻ അവിടെ പോയിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. അത് ഇനി അതും കൂടി പറയാം. ഇനി ഇവളെ ഞാൻ കൊണ്ടുപോയി ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വാടക വീട്ട് എടുത്തിറങ്ങി, അപ്പൊ നിങ്ങൾ എന്താ പറയാ? ഇപ്പൊ കല്യാണം കഴിഞ്ഞവരെ തന്നെ സ്വന്തം വീടായിട്ട് നിൽക്കണു, സ്വന്തം വീടായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഭർത്താവും ഭാര്യയും മാറി സെപ്പറേറ്റ് ആയി നിന്ന് കഴിഞ്ഞാൽ എന്താ പറയാ? ഈ തല്ലൂട്ട ഇതാണെന്നോ? അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയാണ് കാര്യങ്ങള്. ചിലപ്പോൾ ഏട്ടനും അനിയനും ഉണ്ടാവും, അപ്പൊ അവിടുന്ന് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ ഒന്ന് മാറിയിരിക്കും. അല്ലാതെ ഇത് തല്ലൂട്ടോ കാര്യങ്ങളായിട്ടല്ല, അത് മാറേണ്ട സമയത്ത് മാറി നിൽക്കണം. പിന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ പെങ്ങൾക്കും അത് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാനിട്ടോ കാര്യങ്ങളല്ല, അവർ ഓക്കെ ആയിട്ടില്ല, അവർ ഓക്കെ ആവട്ടെ. എൻ്റെ അമ്മ ഓക്കെ ആകുമ്പോൾ ഞാൻ അവരുടെ അടുത്തുണ്ടാവും, ഞാൻ വിളിക്കാണ്ടോ കാര്യത്തിനല്ല. അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. ഒന്നാമത്തെ കേസ് ഞാൻ ഇതുവരെ അല്ല, ഞാൻ വീഡിയോയിൽ കാണിക്കില്ല, കാരണം അറിയില്ല. അത് ശരിയാണ്. എന്താണ് ഇവർ 4 വർഷത്തെ പ്രണയത്തിൻ്റെ ഒടുവിൽ വീട്ടുകാർ സമ്മതിക്കാതെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ അതിലൊരു ചെറിയൊരു പൊരുത്തക്കേടുണ്ട്. പൊന്നു നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഒളിച്ചോടുന്നത്. അപ്പോൾ ആ ഒരു ചെറുക്കനെയും കൂടെ ഇതിലാക്കി, അല്ലെങ്കിൽ ആ ചെറുക്കനോട് കാര്യം നിശ്ചയം കഴിയുന്നതിന് മുമ്പ് കാര്യം പറഞ്ഞിട്ട് ഇതാവണം. അതിലെന്തോ തല്ലപിള്ള ചമയുന്നത് പോലെ തോന്നി. അതെന്തായാലും പൊന്നുവിനെ നമുക്ക് എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവളെ ഞാൻ പറയേണ്ടത് പറയാം, അത്രയേ ഉള്ളൂ. പൊന്നുവിൻ്റെ നല്ല വശങ്ങൾ നല്ലതായിട്ട് പറയാം, അല്ലാത്തതായി പറയാം. അപ്പോൾ പൊന്നു ആ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഒരു ചെറുക്കൻ്റെ ആ ഒരു ഇത് കളഞ്ഞിട്ടാണ് നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുള്ളിക്കാരി ഷെബിയുടെ കൂടെ ഒളിച്ചു ഓടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ ആ നിശ്ചയത്തിന് വേഷം കെട്ടി നിൽക്കണ്ടായിരുന്നു, അതിന് മുമ്പേ ഇവൾക്ക് ഷെബിയുടെ കൂടെ പോവായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം അവളത് എന്താണ് ഇതാക്കി ചെയ്തു. അത് എന്തായാലും തെറ്റ് തന്നെയാണ്, അത് തെറ്റല്ലാതിരിക്കില്ല. അതുപോലെ തന്നെ യൂട്യൂബിൽ വരാൻ താല്പര്യമില്ലാത്തവർ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കമൻ്റ് ഇടുന്നവരാണ് നിരന്തരം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സമനില തന്നെ തെറ്റുന്ന ഒരു രീതിയായിട്ട് മാറും. ഇങ്ങനെയുള്ള കമൻറ്റുകൾ കേൾക്കുമ്പോൾ നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ഓരോ ആളുകൾ ഇടുന്നത്. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. വീഡിയോ ആണ്, വന്ന് നിൽക്കണം, വീഡിയോ എടുക്കണം, ഷോർട്സിന് വീഡിയോ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അമ്മ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ നിർത്തുള്ളൂ. അല്ലാതെ അമ്മേനെ പിടിച്ച് ഞാൻ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർക്ക് താല്പര്യം ഇല്ലാത്ത കേസ് ഞാൻ താല്പര്യമില്ല എന്ന് തന്നെ പറയും. ഞാൻ ഇപ്പം നാളെ സംസാരിച്ചു, ഞാൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കൊട്ടിഘോഷിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എന്റെ അമ്മയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ എന്തിനു നിങ്ങളോട് കൊട്ടിഘോഷിക്കണം? ഞാൻ ഇതുവരെ ഇത്രയും കാലം ഈ 3 വർഷം 2.5 വർഷം ഇതായി ഇപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരെ വലിച്ചിടാത്തത്. ഞാൻ എൻ്റെ അപ്പനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മേനെ കണ്ടിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് പറയണത്, ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നടന്നിട്ട് കുറെ കാലങ്ങളായി ഇല്ലേ? എനിക്ക് പറയേണ്ട കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാം തുറന്ന്
എന്താ പറയാ ഫാമിലി വ്ളോഗേഴ്സ് ഫുള്ള് തുറന്നു കാണിച്ചു തരൊന്നുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഞങ്ങൾക്ക് നിങ്ങളെ കാണിക്കണം തോന്നിയ കാര്യങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. ഇല്ലാതെ ബാക്കി പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റൂല. ഉള്ള കാര്യം ഞാൻ പറയാലോ. അതിന് നിങ്ങൾ വേറൊരു കഥ ഉണ്ടാക്കി അങ്ങനെയാണ് പൊന്നുമാണ് ഇതിനൊക്കെ സൂത്രധാരിക ഒരു അസൂയ വന്നു. നിങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്ന് 2 ദിവസം പറയില്ലേ ഇന്നോ ഇന്നലെ കണ്ട പെണ്ണിനെ വേണ്ടിട്ട് സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ച് അതും കൂടി ഞാൻ പറഞ്ഞേ. ഞങ്ങളെ പ്രണയം എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ പ്രണയ. അല്ലാതെ 2 മാസോ 3 മാസോ 4 മാസോ കണ്ടിട്ട് ഇറങ്ങിപ്പോയതല്ല ഞങ്ങള്. ആദ്യം നിങ്ങളത് നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. ഞങ്ങളെ 4 വർഷത്തെ പ്രണയമാണ്. ഞങ്ങളെ നാട്ടിലും വീട്ടിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ 2 മാസം കണ്ടിട്ട് എന്റെ വീട്ടുകാരെ തള്ളി പറഞ്ഞിട്ട് പോകുന്നൊന്നല്ല. നിങ്ങളെ ലൈഫിൽ ഞങ്ങൾ കാണിച്ചു തന്നെ മാത്രം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കുഞ്ഞിൻ്റെ എനിക്കിപ്പോൾ അത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞിൻ്റെ ഒരു ഇതും കൂടിയുണ്ട് പറയുന്നത്. ഇത് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് കുഞ്ഞിൻ്റെ വീട്ടുകാരനെ കുറിച്ചും അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇല്ലാ കഥകൾ പറയുമായിരിക്കില്ലേ എന്നാണ് എനിക്കൊരു സംശയമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ തെളിയിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുമെങ്കിൽ അതിനെക്കുറിച്ചും നിങ്ങൾ പറയണം. ചിലപ്പോൾ കുഞ്ഞിൻ്റെ വീട്ടുകാരനെ കുറിച്ചും കുഞ്ഞിൻ്റെ ഇപ്പോൾ ഹസ്ബൻഡിനെ കുറിച്ച് ഗോകുലിനെ കുറിച്ചൊക്കെ ആളുകൾ ഇല്ലാ കഥകൾ പറയുകയാണെങ്കിലോ അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ഒരു വീഡിയോ ആയിട്ട് വരണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അത് ശരിയാണ്, ആളുകൾ ഇല്ലാ കഥകൾ പറയാം, അത് 100% ഉറപ്പാണ്. നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളാണ് അവരുണ്ടാക്കി പറയുന്നത്. നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും ആരും പുറത്ത് പറയില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ ആളുകൾക്ക് ഭയങ്കര വെമ്പലാണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നല്ല കാര്യങ്ങളൊന്നും ആരും എവിടെയും പറയില്ല, ഇല്ലാത്തത് ഭയങ്കര ഇതായിട്ട് എല്ലാവിടെയും പോയി പറയും. അതിന് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ബന്ധുക്കാർക്കാണെങ്കിലും സ്വന്തക്കാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും അത് എന്താണ് പൊന്നു പറഞ്ഞത് 100% ഉറപ്പാണ്. ഉള്ള കഥകളെക്കാളും ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നടക്കാനാണ് ആളുകൾക്ക് താല്പര്യം, ഇഷ്ടം. എന്തായാലും എന്താണ് പൊന്നുവിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. കമൻറ്റുകളാണ് കേട്ടോ. 2-3 കമൻറ്റുകൾക്ക് എനിക്ക് വന്ന കമൻറ്റുകൾക്ക് റിപ്ലൈ തരണം എനിക്കൊരു ആഗ്രഹം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ 2-3 കാര്യങ്ങൾക്ക് എനിക്ക് അതായത് ഒരു ഇത് അവർക്ക് കാശ് ചെലവില്ലാണ്ട് കല്യാണം കഴിച്ച് കിട്ടിയില്ലേന്ന്. കാശ് ചെലവില്ലാണ്ട് കല്യാണം കഴിച്ച് കിട്ടിയെങ്കിൽ എൻഗേജ്മെൻറ്റ് നിങ്ങളാണോ ഒന്ന് നടത്തിയത്? എൻഗേജ്മെൻറ്റിനുള്ള കാശ് നിങ്ങളാണോ ഇറക്കിയത്? ഞങ്ങൾക്ക് കാശ് മുടക്കാനും മടി വെച്ച് ഞങ്ങൾക്ക് ഇപ്പം എന്തിനാ എൻഗേജ്മെൻറ്റ് നടത്തുന്ന ആവശ്യം? കുറച്ച് വർഷം നിന്നാൽ പ്രേമിച്ചോടിച്ചോടി പോകണേ പോട്ടെ എന്ന് വെച്ച് ആലോചിച്ച് ഞങ്ങൾക്ക് നിന്നാൽ പോരായിരുന്നോ? എന്തിനാണ് ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? എന്തിനാല്ല അവളുടെ നിന്ന് 1 രൂപ ഈ യൂട്യൂബിൽ നിന്ന് അടുത്ത മാസം കിട്ടുമെന്ന് കഴിച്ചിട്ടല്ല ഞാൻ എൻഗേജ്മെൻറ്റ് നടത്തിയത്. മനസ്സിലായ? ഞങ്ങളെ എൻഗേജ്മെൻറ്റ് നടത്തി ഞങ്ങളുടെ കയ്യിലെ കാശ് കൊണ്ട ആരുടെയും കയ്യിലെ കാശ് കണ്ടിട്ടോ ആരുടെ കയ്യിലെ കാശ് വരുമെന്ന് വെച്ചിട്ടോ അല്ല ഞങ്ങൾ എൻഗേജ്മെൻറ്റ് നടത്തിയത്. ഇനിയിപ്പം നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്നവരെ എങ്ങനെയാണ് ചിന്തിക്കണേ എന്ന് എനിക്കറിയില്ല. പലർക്കും പല ചിന്താഗതികളാണ്. പിന്നെ അതിലൊന്നും ആ കുട്ടി അത്രത്തോളം വെറുത്തിട്ടാണ് അച്ഛനും അമ്മയും കല്യാണത്തിനില്ലാഞ്ഞ്. അതിന് റിപ്ലൈ എന്നാണ് ഈ കുട്ടിക്ക് ഞങ്ങളോട് വെറുപ്പ് തോന്നിയത്? 4-4.5 വർഷമായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്ന വ്യക്തികളല്ലേ. ഇന്നെന്തിനും പൊട്ടി മുളച്ചതല്ല. ഒരു 4-5 വർഷമായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലായിട്ട് ഞങ്ങൾ ഡെയിലി ഇത്രയും വർഷത്തിലേക്ക് വന്നു ഒരു 10-100 ദിവസം വീഡിയോ ഇല്ലാത്ത ദിവസം ഉണ്ടല്ലോ. ബാക്കി എല്ലാ ദിവസവും ഞങ്ങളുടെ ലൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുണക്കനോട് അച്ഛൻ എന്താ പറഞ്ഞത്? ചാടണ കാര്യം എന്താ പറഞ്ഞത്? കാണണോണ്ട് കുഴപ്പമില്ല, നമുക്ക് ചാടി കഴിഞ്ഞാൽ എന്തുണ്ടാവും പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചാടി കഴിഞ്ഞിട്ട് പെടഞ്ഞ് പൊട്ടിയിട്ട് കുട്ടികൾ മരിക്കുന്നത് കണ്ടിരുന്നുണ്ടാ? അതെന്താ ചാടണം നിങ്ങൾ മറന്നു? അപ്പോൾ അങ്ങനെ എന്നാണ് ഈ കുട്ടി ഞങ്ങളെ വെറുക്കാൻ തുടങ്ങി. അതൊക്കെ ആലോചിക്കും. 4-5 വർഷമായിട്ട് ഞങ്ങളുടെ വീഡിയോ യൂട്യൂബ് ചാനൽ കാണുന്നൊരു ഇതുണ്ടാവണേക്കാളും ഒരുക്കെ ജനുവരി 28, 29, 1 വരയ്ക്ക് 2 വരെയാണ് ഞങ്ങളുടെ വീഡിയോകൾ അപ്ലോഡ് ആയിട്ട് ഞങ്ങളുടെ ചാനൽ. അന്നില്ലാത്ത മടുപ്പും വെറുപ്പ് എന്നോട്ട് തുടങ്ങിയത് അതിന് ഞങ്ങളാണ് കാരണം. ഇത്ര വർഷമില്ലാത്ത വെറുപ്പ് 1 മാസം കൊണ്ട് ഞങ്ങളോട് വെറുപ്പ് തോന്നുന്നത് എന്താ കാരണം? സ്വാഭാവികമായിട്ട് അതിങ്ങനൊന്ന് ചിന്തിക്കാനുള്ള കഴിവെങ്കിലും ഈ കമൻറ്റ് ഇടുന്നവരൊന്നും ആലോചിക്കുക. പിന്നെ കമൻറ്റ് ഇടുന്നവർ ലൈക്ക് ഇടുന്നവർ നമുക്ക് നല്ലോണം അറിയാം. എന്താ വെച്ചാൽ സത്യം പറഞ്ഞത്
അപ്പോൾ ഈ കമൻ്റ് ഇടുന്നവർ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താണ് 2 മക്കളും ലാഭത്തിൽ പോയല്ലോ, പൈസ ചിലവില്ലാതെ പോയല്ലോ. അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ ഇത് ചെയ്യുവാണെങ്കിൽ അവർ നിശ്ചയം ഇങ്ങനെ ആർഭാടമായിട്ട് എമ്മാതിരി ഇതായിട്ടാണ് അറിയാം അവർ നിശ്ചയം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അവർ ഭയങ്കര ഇതിൽ തന്നെയാണ് നിശ്ചയം കഴിച്ചിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിനേക്കാളും ഭയങ്കര കല്യാണം കഴിക്കേണ്ട ആ ഒരു രീതിയിലുള്ളതിലായിട്ടാണ് അവർ നിശ്ചയം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആളുകൾ അതിൽ തന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിശ്ചയം ഇങ്ങനെയാണെങ്കിൽ കല്യാണം എങ്ങനെയായിരിക്കും എന്നുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോട് എന്തായാലും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അവർ നല്ല രീതിയിൽ തന്നെയാണ് അവർ കഴിച്ചിരിക്കുന്നത്. അതുപോലെ യൂട്യൂബ് എന്താണ് കുഞ്ഞിൻ്റെ യൂട്യൂബ് വരുമാനം കണ്ടിട്ടാണ് ആർഭാടമായിട്ട് കഴിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുഞ്ഞിനക്ക് എന്തോ ഇത് തോന്നി, അച്ഛനും അമ്മേൻ്റെ അടുത്ത് വെറുപ്പായി, അങ്ങനെ പുള്ളിക്കാരി ഇറങ്ങിപ്പോയി. ഒരു മായാലോകത്തായിരുന്നു പുള്ളിക്കാരി. ആ ഒരു മായാലോകത്ത് പോയി. ഇനിയിപ്പോൾ ജീവിതം എന്താണ് ഏതാണെന്നൊക്കെ പുള്ളിക്കാരി അറിഞ്ഞു വരണം. അപ്പോഴേ അതിൽ കുറച്ചും കൂടി എന്താണെന്നുള്ളത് പുള്ളിക്കാരിക്ക് ഒന്നാമത് പക്വതയില്ലാത്ത പ്രശ്നങ്ങളാണ്. കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയുന്ന സമയത്ത് ഇതൊക്കെ തെറ്റാണ്, അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചതൊക്കെ തെറ്റാണെന്നുള്ളത് പുള്ളിക്കാരിക്ക് തോന്നും. എന്തായാലും അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. നമുക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി ഒരു ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ 7 മണിയാകുമ്പോൾ ചേച്ചി വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കുട്ടി നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളോടൊരു ഇഷ്ടം കൊണ്ടാണ് ആ കുട്ടി അവർ ഗൾഫിലുള്ള. അപ്പോൾ ചേച്ചി പ്ലീസ് ചേച്ചി ഒന്ന് വരുമോ 7 മണി. അപ്പം ഞാൻ അവരോട് ഇന്ന് വരാൻ പറ്റിയൊരു അവസ്ഥയല്ല ചേച്ചിക്ക്, ഇന്ന് ചേച്ചിയുടെ മാനസികാവസ്ഥ ശരിയല്ല ചേച്ചി, പ്ലീസ് ചേച്ചി വായു ചേച്ചി. പക്ഷേ സോറി കേട്ടോ മോളെ, ഞങ്ങൾ വരണോ വേണ്ടതെന്നൊക്കെ ചിന്തിച്ചു ഞങ്ങളോട് പറ്റണില്ല, കൈ കാര്യം ഇതാവാത്തൊരു സാഹചര്യം. അതന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ നിലയ്ക്ക് വേണമെങ്കിലും കാണുന്നവർക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ എനിക്ക് എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് മാത്രമാണ്. അപ്പം നിങ്ങളിത് എൻ്റെ വീഡിയോ ആയിട്ട് എടുക്കാൻ കാരണം പെട്ടെന്ന് ഒരാൾക്കാരെ ഒളിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അമ്മമാരുടെ അവസ്ഥയുണ്ടല്ലോ, അത് മറ്റുള്ള അമ്മമാരിലേക്ക് ഇപ്പോൾ ഒരുപാട് അമ്മമാർക്ക് ഇതൊരു ഭയമായിരിക്കും. എൻ്റെ ഒരു ജീവിതം പേടിയായിരിക്കും. ഇങ്ങനെ ഒരു അമ്മയ്ക്ക് വരുന്നത് ഒരുപാടുണ്ട്. അതിൽ ഒരു 100 പോസിറ്റീവ് ഉണ്ടെങ്കിൽ 100 ആളുകളുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു 80-90% പോസിറ്റീവ്, അതിലൊരു 10% ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് വരുന്നവരുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായി നെഗറ്റീവ് നമ്മുടെ വേണ്ടപ്പെട്ടവരെന്ന്. അത് എന്നോട് വിളിച്ചിട്ടൊരു കുട്ടി പറഞ്ഞോട്ട് ചേച്ചി സ്നേഹിച്ച് ചേച്ചി കൊണ്ടുവരുന്നവർ തന്നെയാണ് ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും വലിയ പാരകളായിട്ട് ചേച്ചിക്ക് വരുന്നത്. അത് എന്നോട് പറഞ്ഞ പലരുമാണ്. എന്നാലും നമ്മൾ എത്ര കിട്ടിയാലും പഠിക്കില്ല. നമ്മൾ ആരെങ്കിലും വിഷമം കണ്ട ആരെങ്കിലും കണ്ട നമ്മൾ സഹായിക്കും. എന്താ വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് സഹായിക്കുന്നു, വിഷമങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ലൈഫാണ് ഞങ്ങളുടെ. കാശിനായാലും പല പ്രാവശ്യം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരാളിൽ ഇല്ല വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ഇല്ലെങ്കിലും റോൾ ചെയ്ത് കൊടുക്കുക, അതൊക്കെ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ വെള്ളത്തിൽ വരച്ച വാരിയാണ് അതൊക്കെ. വല്ലാത്ത മനസ്സാണ് കേട്ടോ. പക്ഷെ അവരെ മനസ്സിലേക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം അവർ ഇപ്പം ഈ 2-4 മക്കളിൽ നല്ല വീഡിയോ ഒന്നും ലൈക്ക് ചെയ്യാത്ത ആൾ ഈ ഒളിച്ചോട്ട കല്യാണത്തിന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അവരെ അത് ശരിയാണ്. നമുക്ക് വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുള്ളൂ. എനിക്കും 2 പെൺമക്കളാണ്. നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം വളർത്തി വലുതാക്കി നമ്മുടെ മക്കൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ തള്ളിക്കളഞ്ഞ് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വേദന നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും അത് ഈ അമ്മയോട് യോജിക്കുകയാണ്. ഒരുപാട് സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ ഇതായിട്ട് പെട്ടെന്ന് ഒന്നും അല്ലാത്ത രീതിയിൽ തള്ളിക്കളഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ഒരു തന്നെയാണ്. അപ്പോൾ എന്തോ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് പോലും പുള്ളിക്കാരിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ തലേ ദിവസം കല്യാണം കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ഇതായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഇന്നലെ മിനിഞ്ഞാന്നാണ് തോന്നുന്നത് അവർ ഇന്നലെ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞത് തോന്നുന്നു. എനിക്ക് ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ ആ ഒരു ദിവസം എന്താണെങ്കിലും സ്വന്തം മോളുടെ കല്യാണം ആ ഒരു ദിവസം എന്തെല്ലാം സ്വപ്നങ്ങളോടും ആയിരിക്കും മാതാപിതാക്കൾ പോകുന്നത്. അപ്പോൾ ആ ഒരു വേദന പുള്ളിക്കാരിക്ക് നല്ലോണം ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും എല്ലാം ക്ഷമിക്കാനും ഇതിനുള്ളൊരു ഇത് കൊടുക്കട്ടെ. ഇപ്പോൾ കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് ഒരു എന്താണ് സന്തോഷക്കുറവോ ഒന്നുമില്ല. എൻ്റെ അച്ഛനില്ല, എൻ്റെ അമ്മയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷക്കുറവില്ല. അവൾ ഭയങ്കര ഹാപ്പിയിലാണ്. അവൾ എന്താണ് അർമാദിക്കുന്നത്, ഡാൻസ് കളിക്കുന്നു, അത് ചെയ്യുന്നു, ഭയങ്കര ഹാപ്പിയിലാണ്, ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവൾ അതിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതൊക്കെ എന്താണ് ഈ അച്ഛനും അമ്മയ്ക്കും കാണുന്ന സമയത്ത് ഒരുപാട് സങ്കടം ഉണ്ടാവും, ഒരുപാട് വിഷമം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പങ്കുചേരും. പിന്നെ ഇങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഇട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. നമ്മളെന്താ പറയുക, എന്താണ് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയില്ല, ആ ഒരു പ്രവണതയാണ്. നമ്മുടെ കുടുംബത്തിലാണ് നമുക്ക്
നമുക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയൂ. അതുപോലെ ചിന്തിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരാളാണ്, നമുക്കുണ്ടാകുന്ന വേദനകളും ഇതൊക്കെ തന്നെ അവർക്കും ഉണ്ടാകുന്നുള്ളത് ചിന്തിക്കുക. എന്നിട്ട് അവരെ ഇതാവുക. അല്ലാതെ അവരെ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. വെറുതെ നെഗറ്റീവ് കമൻസ് ഇട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക. എനിക്ക് ഇതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും എല്ലാം ക്ഷമിച്ചും സഹിച്ചും എല്ലാം അംഗീകരിച്ച് എല്ലാം പരസ്പരം മനസ്സിലാക്കി അവർ ഒന്നിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എനിക്കിപ്പോഴും അതേ പറയാനുള്ളൂ. പ്രസവിച്ചവർക്ക് അവരുടെ ആ ഒരു വേദന അറിയുള്ളൂ, ആ മക്കളുടെ ആ ഒരു ഇത് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും അവർ എല്ലാം അവസാനിപ്പിച്ച് അവർക്ക് ഒന്നിക്കാനുള്ളത് ഉണ്ടാവട്ടെ എന്നുള്ളത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.